Good morning, all. Morning. Good morning. Morning. Good morning, ma'am. morning. Morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Okay, good morning. കഴിഞ്ഞ ക്ലാസ് എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? Yes, ma'am. കുറച്ച് പേര് ആബ്സെന്റ് ഒക്കെ ആയിരുന്നു. ഓക്കെ, വായിച്ചവരുണ്ട്. ഇനി നമ്മള് കുറച്ച് ഡിസ്കഷൻ ഒക്കെ നടത്തിയിരുന്നു അല്ലെ? അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ലാസ്റ്റ് വരെ പറഞ്ഞു നിർത്തിയത്? Definition of personal management. Functions, HRM functions. Functions. Okay. So functions in the last ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അല്ലേ? ആണോ? അതെ മാം. ഓക്കെ, കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ മാറ്റേണ്ടതുണ്ടോ? റെസ്പോണ്ട് ചെയ്യാം. വായിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഫീൽ ചെയ്തോ? എവിടെയെങ്കിലൊക്കെ നമുക്ക് കറക്ഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ ടെസ്റ്റ് എല്ലാം മുൻപെടുത്തി പോകാറുണ്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് പോകേണ്ടായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ലേ? ഇനി നമ്മൾ എടുത്തു പോകുമ്പോ തന്നെ അത് ഡിസ്കസ് ചെയ്ത് പോവാം. ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കാം, ഒന്ന് എല്ലാം അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ല എങ്കിൽ ഓക്കെ. Then എന്താണ്, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് the following as the major difference between personal management and human resource management ആണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിരുന്നു പഴയ കാലഘട്ടത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? ഓൾഡ് കൺസെപ്റ്റില് വലിയ റോളുകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം മെഷീൻ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം മെഷീന്റെയൊക്കെ ഇംപ്ലിമെന്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായിട്ടും അവിടെയുള്ള ഹ്യൂമൻ എഫേർട്ട് അല്ലെ, അത് കാര്യക്ഷമമായിട്ട് തന്നെ വർക്ക് ചെയ്താൽ മാത്രമാണ് ഏതൊരു ഓർഗനൈസേഷനും അതിന്റെ റിസൾട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന് ഡിഫറൻസ് എടുത്ത് പറയുന്നതും ആ വ്യത്യാസങ്ങളെല്ലാം എടുത്ത് പറയുന്നതും. നോക്കാം, എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് ദ വർക്ക് ഫോഴ്സ് വിത്തിൻ ദ എന്റർപ്രൈസ്. ഓക്കെ, അവിടെ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൂല്യ ശക്തി അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കഴിവുകളൊക്കെയാണ് മറ്റുള്ളവരുടെ ഇടയിലൊക്കെ പ്രാവർത്തികമാക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. The human resource management which focuses on the best possible use of the enterprises of manpower. അതേസമയം നമുക്കറിയാം ഈ ഒരു HR ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴെന്താണ് അവിടെയുള്ള എംപ്ലോയീസിന്റെ മൊത്തം അല്ലെ, അവരെ എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അവരെ പോസിബിൾ ആയിട്ട് എത്രയും നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മള് പേഴ്സണൽ മാനേജ്മെന്റ് ഒക്കെ പറയുമ്പോൾ അവിടെ എന്താണ് മൊത്തത്തില് ഒരു മൂല്യം അല്ലെ, അത് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരെ മേൽനോട്ടം നിർവഹിക്കുക, അങ്ങനെയൊക്കെയുള്ള ചുമതലകൾ ആയിരുന്നെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഓരോ എംപ്ലോയീസിനെയും എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അതിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ ആ ഡിഫറൻസ്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഓൾഡ് കൺസെപ്റ്റിന്റെ ഒരു അഡ്വാൻസ് അല്ലെ, നമ്മുടെ നൂതനമായിട്ടുള്ള ഒരു ആശയമാണ്, ആ ഒരു വേർഷനാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്.
അവിടെ വർക്കേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ള റോള് തന്നെയാണ് പേഴ്സണൽ മാനേജറിലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും കൂടിയും ഡെവലപ്ഡ് ആയി അല്ലെ. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഓരോ വർക്കേഴ്സിനെയും അത് കൃത്യമായിട്ട് അവരുടെ കഴിവുകളെല്ലാം തന്നെ പരിശോധിച്ച് അവർക്ക് അല്ലെ ഇച്ചിരി കൂടി അവരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമോ അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് അവരെ നയിച്ചു കൊണ്ടുപോകുക അല്ലെ. ആ ഒരു തലത്തിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് വ്യൂസ് വർക്കേഴ്സ് ആസ് ടൂൾസ് ഓർ മെഷീൻസ്. Whereas the human resource management views it is an important asset of the organization. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട പോയിന്റ് ആണ്. അതെ ഈ കാലഘട്ടത്തിൽ അല്ലെ നമുക്കറിയാം പണ്ട് അല്ലെ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഒരു ടൂൾ ആയിട്ട് അല്ലെ ഒരു മെഷീനൊക്കെ ആയിട്ടാണ് അവിടെ പേഴ്സണൽ മാനേജറിനെ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ നമുക്കറിയാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് അതിന്റെ കാഴ്ചപ്പാടിൽ വരികയാണെങ്കിൽ ഒരു അസറ്റ് അല്ലെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് ആണ് അല്ലെ. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു എന്താണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് വിശേഷിപ്പിച്ചത് മണി മെഷീൻ അല്ലെ. അതിനെയൊക്കെ വെച്ച് ഏറ്റവും മൂല്യമുള്ള അസറ്റ് എന്ന് പറയുന്നത് എന്താണ് ഏത് അസറ്റാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ ഫിനാൻസ് ആണോ മെഷീൻ ആണോ ബിൽഡിംഗ് ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ അതോ അവിടെയുള്ള എന്തായിരിക്കും ഓക്കെ എംപ്ലോയി അല്ലെ. യെസ് ഗുഡ്. അപ്പൊ അവിടെയുള്ള എംപ്ലോയീസ് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് അല്ലെ ആ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത്. കാരണം അവിടെയുള്ള ഓരോ എംപ്ലോയിയും നല്ല എഫേർട്ടോട് കൂടിയിട്ട് തന്നെ അവരുടെ കഴിവുകളെ വിനിയോഗിച്ചില്ല എങ്കിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇമ്പോർട്ടന്റ് അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് പഴയ കാലഘട്ടത്തില് ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു മെഷീൻ അല്ലെ ഒരു കൺസെപ്റ്റിൽ പോവുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് അസറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യുക അല്ലെ അവരെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലാണ് ആ ഓർഗനൈസേഷന് അതിന്റെ റിസൾട്ട് എത്രയും നന്നായിട്ട് തന്നെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് സ്ലോ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ നമുക്കറിയാം ഒരു മീഡിയേറ്റർ ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. എന്താണ് യൂണിയനൊക്കെ എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ എന്താണ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് ഒരു പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുക അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു മധ്യ പ്രവർത്തകനായിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആര് നിലകൊള്ളുന്നത് പേഴ്സണൽ മാനേജർ എന്ന പോസ്റ്റിൽ നിലകൊള്ളുന്നതെങ്കിൽ ബട്ട് ദ സെയിം ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താണ് അത് ഇത്തിരി സ്പീഡിലാണ് അല്ലെ. അവിടെ ഒരു സ്ലോ ആയിട്ടുള്ള മീഡിയേറ്ററിന്റെ ഒരു സ്ഥാനമാണ് പേഴ്സണൽ മാനേജ്മെന്റ് നിർവഹിക്കുന്നത് എങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്പീഡില് അല്ലെ അവിടെയുള്ള ഓരോ വർക്കേഴ്സിനെയും അവരുടെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ അല്ലേ അത് കൃത്യമായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് മാനേജ്മെന്റിനെ കൊണ്ട് തന്നെ അതൊക്കെ അല്ലെ വല്ല ട്രെയിനിങ് പാക്കേജസോ അല്ലെങ്കിൽ ബോണസ് അങ്ങനെയുള്ള ഇൻക്രിമെന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടൊക്കെ എപ്പോഴും അല്ലെ എപ്പോഴും എന്താണ് ഓരോ തലങ്ങളിലേക്ക് വ്യാപൃതമായിരിക്കുമായിരുന്നു പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വിങ് എന്ന് പറയുന്നത്. അപ്പൊ അവർ ഏതു നേരവും ഇങ്ങനെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിലാണ് ആ ഓർഗനൈസേഷന് കൃത്യമായിട്ട് തന്നെ അവരുടെ ഏണിങ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ഈസ് സ്ലോ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. അവിടെ മാനേജ്മെന്റിനെ അറിയിച്ച് ഒരു സമയക്രമത്തിനിടയ്ക്കൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനേജ്മെന്റ് ഇവർക്ക് തന്നെ കുറെ കാര്യങ്ങളൊക്കെ അല്ലെ ആ ഹ്യൂമൻ റിസോഴ്സ് വിങ്ങിന് തന്നെ കുറെ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള പവർ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അത് ഒരു സ്പീഡിലി കൈകാര്യം ചെയ്യുന്ന ഒരു വിങ്ങായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ in personal management there is a piecemeal distribution of initiative.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HRM അതല്ല, നമ്മള് സാറ്റർഡേ ക്ലാസ് വെച്ചായിരുന്നു, അത് അറ്റൻഡ് ചെയ്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു എന്താ വന്നത്. നമ്മള് കഴിഞ്ഞ മൺഡേ ക്ലാസ് ഒരു മിസ്സിംഗ് ആയില്ലേ, ഒരു നെറ്റ് ഇഷ്യൂ ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ക്ലാസ് സാറ്റർഡേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫോർമേഷൻ എന്തായാലും എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടാവും, ചിലപ്പോൾ അതിൽ പെട്ടാത്തത്. ഓക്കെ, സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് കുറച്ചു പേര് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. കുറെ പേരപ്പോ കണ്ടിട്ടില്ല അല്ലെ. ഓക്കെ, അതൊരു ഡിഫോൾട്ട് ഇതാണല്ലോ. നമുക്കൊരു ഒരുപാട് എടുത്തു പോയിട്ടില്ല, എങ്കിൽ കൂടി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എടുത്തു പോയത്. ഫങ്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, ഫങ്ഷൻസും നമ്മുടെ ഡെഫിനിഷൻസും ആണ് അതിന്റെ കുറച്ച് എടുത്തത്. റെക്കോർഡ് ക്ലാസ്സിൽ ഉണ്ടാവും, അപ്പൊ നിങ്ങൾ അത് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേ ചോദിക്കാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേര് അധികം പിള്ളേര് കുറവായിരുന്നു സ്റ്റുഡൻസ്. അപ്പൊ തന്നെ എനിക്കും ഒരു ഫീലിങ്സ് ആയിരുന്നു, കാരണം ക്ലാസ് മുന്നോട്ട് പോകാനായിട്ട് വളരെ അല്ലെ, എല്ലാവരും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കത് കോപ്പറേറ്റ് ചെയ്ത് മെസ്സേജുകളൊക്കെ കണ്ട് നമുക്ക് പോകാനായിട്ട് എളുപ്പമായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ക്ലാസ് റൂമിൽ കേട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വളരെ സിമ്പിൾ ഒക്കെ ആയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ദെൻ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് ടോപ്പായിട്ട് നിൽക്കേണ്ട, നമുക്ക് ഇങ്ങോട്ടേക്ക് പോരാം. കഴിഞ്ഞ ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നോക്കാപ്പോ എന്താണ് നമ്മള് കണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. ഡിഫറൻസിൽ നമ്മൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. In personal management there is a piecemeal distribution of initiatives, however integrated distribution of initiatives in there in human resource management. ഓക്കെ, അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അവിടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അവിടെ തീർച്ചയായിട്ടും മുൻകൈ എടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും എന്താണ് ഭാഗികമായിട്ടൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളിൽ അത് മുൻകൈ എടുക്കാനുള്ള ഒരു പവർ പേഴ്സണൽ മാനേജറിന്റെ റോളിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ് സംയോജിതമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, മാനേജ്മെന്റിനോടൊപ്പം തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് ഒന്നിച്ച് തീരുമാനിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള അവലോകനങ്ങൾ അല്ലെ, ഇവാലുവേഷനൊക്കെ അവിടുത്തെ തന്നെ മാനേജ്മെന്റിനൊക്കെ മുന്നിൽ എത്തിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ അല്ലെ ഒരു ഒന്നിച്ച് എന്താണ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. അപ്പോ മറ്റത് എന്താണെന്ന് പറയുമ്പോൾ അവിടെ അത്രയും ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പവർ അവർക്ക് ഉണ്ടാവണം എന്നാണ്. ഓക്കെ, അതേസമയം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് സംയോജിതമായിട്ട് തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം മുൻകൈ എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള പവർ ഉണ്ടാവും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ in personal management job design is primarily based on division of work, while in the case of human resource management employees are divided into groups or teams for performing any task. ഓക്കെ, അവിടെ നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം അല്ലെ ജോലി എന്ന് പറയുന്നത് വിഭജനത്തെ, അവിടെ ജോലിയാണ് വിഭജിച്ച് നൽകുന്നത് അല്ലെ. ഫീൽഡ് വർക്കുകൾ ചെയ്യുന്നവരൊക്കെ ജോലി ചെയ്യുന്നു, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഇന്നലെ ഉത്തരവാദിത്തമുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് വേറൊരു കൂട്ടരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അത് എന്താണ് ബേസിക്കലി എന്താണ് വർക്കിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താണ് എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻടു ഗ്രൂപ്സ് ഓർ ടീംസ് ഫോർ പെർഫോമിംഗ് എനി ടാസ്ക്. ഒരു കടമകൾ നിർവഹിക്കാനായിട്ട് ഇത്രയും എംപ്ലോയിയാണ് ചുമതലപ്പെടുന്നത്. അവർക്ക് ഒരു ചെറിയ ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ എന്താണ് നമ്മള് ഡിഫറൻസ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പേഴ്സണൽ ഓൾഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണൽ മാനേജറും ന്യൂ കൺസെപ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ്.
ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, 6th പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജോലിയെ ബേസ് ചെയ്തിട്ടാണ് എങ്കിൽ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്, അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, വർക്കേഴ്സിനെയാണ് ഓരോ ടാസ്കുകൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ആ വർക്കേഴ്സിന് ഒരു ലീഡർഷിപ്പ് പവർ ഒക്കെ കൊടുത്തിട്ട് ഇതിന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ദ അഗ്രിമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ കളക്റ്റീവ് ബാർഗൈനിങ് വിത്ത് ദ യൂണിയൻ ലീഡർ. Then conversely in HRM there is no need for a collective bargaining as individual contracts executed with each employee. അതായത് നമുക്കറിയാം അവിടെ എന്ന് പറയുന്നത് യൂണിയൻ ലീഡേഴ്സ് ഒക്കെ എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് അല്ലെ, ചിലപ്പോ വേജസ് കൃത്യമായിട്ട് എംപ്ലോയീസിന് ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള എന്താണ് അവർക്ക് ലീവുകളൊന്നും അലോട്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേർഡൻ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂണിയൻ നേതാക്കളും മുന്നിട്ട് വന്നിട്ടാണ് അവരെന്താണ് വിലപേശി കാര്യങ്ങളെല്ലാം മാനേജ്മെന്റിൽ നിന്ന് സാധ്യമാക്കുന്നത് അല്ലെ. പഴയ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയല്ലേ, ആണോ? ഇപ്പൊ എപ്പോഴും സ്ട്രൈക്കുകളൊക്കെ നമ്മൾ കാണാറുണ്ടോ? ഇപ്പൊ എപ്പോഴെപ്പോഴും സ്ട്രൈക്കുകൾ കാണാറുണ്ടോ? ഇല്ല അല്ലെ, അധികം കാണാറില്ല. കാരണം എന്തുകൊണ്ടാണ്, പഴയ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നേതാക്കളൊക്കെ മുന്നിട്ട് വന്നുകൊണ്ടൊക്കെയാണ് ഓരോ യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലാണ് കുറെ കാര്യങ്ങളൊക്കെ സാധിച്ചിരിക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ എന്താണ്, നേരത്തെ കൂട്ടി കുറെ എഗ്രിമെന്റുകളുണ്ട് അല്ലെ, കരാർ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളൊക്കെ ജോലിക്ക് പ്രവേശിക്കുന്നത് തന്നെ. അപ്പൊ കോൺട്രാക്ട് ബേസിൽ തന്നെയാണ് അവര് കാര്യങ്ങൾ ചോദിച്ചത് അല്ലെ, വ്യത്യാസമില്ലേ? വ്യത്യാസമില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് there is no need for collective bargaining as individual contracts executed with each employee. ഓരോ എംപ്ലോയീസും എന്തെങ്കിലും കരാർ അടിസ്ഥാനത്തിലാണ് അവരുടെ ജോലിയൊക്കെ തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് അവിടെ വരുന്നില്ല, വിലപേശി ഉള്ള കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുക എന്നുള്ള ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് the pay is based on a job evaluation. അപ്പൊ ജോലിയെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് എന്താണ് പേയ്മെന്റ് ഒക്കെ ലഭ്യമാകുന്നതെങ്കിൽ HRM where the basis of a pay is a performance evaluation അല്ലെ, അവിടെ ഓരോ ജീവനക്കാരുടെയും പ്രകടനം അല്ലെ അത് വിലയിരുത്തിയിട്ടാണ്. എന്താണ് ജോലി, ആ ജോലിക്കൊക്കെ ഒരു രീതിയായിരിക്കും, അതായത് ഇന്ന സാലറി ആയിരിക്കും അത് ജോലി ചെയ്യുന്നവർക്ക് എന്നുള്ള രീതിയിലായിരിക്കുന്ന പഴയ കാലഘട്ടത്തില് പേഴ്സണൽ മാനേജറിന്റെ ആ ഡ്യൂട്ടിയിൽ ആവുന്നത്. അതായത് ഫീൽഡ് വർക്കേഴ്സിന് ഇങ്ങനെയുള്ള ഒരു വേതനം, മറ്റു വർക്കേഴ്സിന് ഇങ്ങനെ അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. അതേസമയം ഇപ്പോ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഓൾഡ് കൺസെപ്റ്റ് ആണ്. അതായത് പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടി പഴയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇന്ന ജീവനക്കാരുണ്ട് അല്ലെ, ഒരു ഫീൽഡ് വർക്കേഴ്സ് ഇത്ര പേരുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അല്ലെ മറ്റു വർക്കിംഗ് ക്ലർക്ക് ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട്, then എന്താണ് മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ജീവനക്കാരുകളുണ്ട്. then അവർക്കൊക്കെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ഒരു വേതനം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അതായത് ഇന്ന കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത വേതനം, then അതിനുശേഷം ഒരു നിശ്ചിത അല്ലെ അവർ അതിനേക്കാൾ മേലുള്ള ഉദ്യോഗസ്ഥരാണ് എങ്കിൽ അവർക്ക് ഒരു നിശ്ചിത വേതനം, അങ്ങനെ പ്രത്യേകം അവർക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, ഒരു ജീവനക്കാരൻ എത്രത്തോളം ജോലി അല്ലെ അവ കാര്യക്ഷമമായിട്ട് ചിലപ്പോൾ അവര് സ്പീഡിൽ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവനെന്ത് ചെയ്യും, അതിനെ സാലറിയോടൊപ്പം തന്നെ കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള സാലറി കൂടി അവൻ ഏൺ ചെയ്യും ഇല്ലേ, ഉണ്ടാവില്ലേ? അങ്ങനെ വെറുതെ ആരെങ്കിലും തൊഴിൽ ചെയ്യോ? ഇല്ല അല്ലെ. അവന് മതിയായ കൂലി, അർഹതപ്പെടുന്ന കൂലിയാണ്. അവൻ അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വേതനവും അവന് നേടിയിരിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ്, അവർ അതനുസരിച്ചിട്ട് തന്നെ വേതനം കൈപ്പറ്റാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്താണ് കൊടുത്തിരിക്കുന്ന ജോലി മാത്രമല്ല അവൻ പെർഫോം ചെയ്യുന്നത് അല്ലെ, അവൻ എത്രത്തോളം പ്രകടനമായിട്ട് അവരുടെ ജോലി അല്ലെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പെർഫോമൻസിന്റെ ആ ഒരു കൺസിഡറേഷന്റെ ബേസിൽ തന്നെ അവർക്ക് എന്താണ് സാലറി ഒക്കെ അലോട്ട് ചെയ്ത് കൊടുക്കും. അതായത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ട് ഔട്ട്കംസ് അവരെ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ
അതിന്റെ ബേസിൽ തന്നെ അവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യും. അതേസമയം പഴയ കൺസെപ്റ്റ് ആണെങ്കിൽ, അതായത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ കാലഘട്ടത്തിലാണ് എങ്കിൽ ഇന്ന് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് അത്രയും വേതനം അല്ലെ. അവർക്ക് ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തുക കൈപ്പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ യൂണിയൻ നേതാക്കളൊക്കെ സ്ട്രൈക്ക് ആയിട്ടൊക്കെ മുന്നിട്ട് വരണം. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമായിക്കൊണ്ടിരുന്ന കാലഘട്ടമല്ലായിരുന്നു. ഓക്കെ, കിട്ടിയോ? ആ വേരിയേഷൻ കിട്ടിയോ? ഓക്കെ, അതാണ് ആ ഒരു പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു നിന്നും. അതുകൊണ്ടാണ് HRM മാനേജ്മെന്റ് ഇത്രയും പ്രാധാന്യം. കാരണം ഇപ്പോ ഈ കാലഘട്ടം മാറി അവിടെയുള്ള വർക്കേഴ്സിനെ തന്നെ മുന്നോട്ട് അല്ലെ അവരെ പരിഗണിക്കണം. ഇൻ കേസ് നമുക്കറിയാം ആ വർക്കേഴ്സിനെ കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, അത് തീർച്ചയായിട്ടും മാനേജ്മെന്റ് ശ്രമിക്കും. അതുകൊണ്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പാക്കേജസ് ഒക്കെ അലോട്ട് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അവർക്ക് എന്താണ് കൂടുതൽ അല്ലെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഇൻ കേസ് നമുക്കറിയാം ഒരു ഹ്യൂമൺ അവിടെയുള്ള വർക്കേഴ്സിന് പഴയ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഒരു ഫിക്സഡ് സാലറിയാണ് അല്ലെ, അതിനേക്കാൾ അപ്പുറം വർക്കേഴ്സിനെ കുറിച്ചിട്ടും പഠിക്കുന്നില്ല. അതേമാതിരി തന്നെ മാനേജ്മെന്റ് മറ്റൊരു കാര്യത്തിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. കാരണം ഇവരെ കൊണ്ട് ഒരു തൊഴിൽ ചെയ്യിപ്പിക്കുന്നു, അവരതിന്റെ റിസൾട്ട് നേടിയെടുക്കുന്നു. അവരെ എഫിഷ്യന്റ് ആക്കണമെന്നോ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത പഴയ കാലഘട്ടത്തിൽ വരുന്നില്ല. ഒരു ടൂൾ ആയിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? Now it's an asset അല്ലെ. Now human resource is an asset അല്ലെ, ഒരു അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ അസറ്റിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെ, അതിനെയാണ് കൂടുതലായിട്ട് പരിഗണിക്കുന്നത്. It's a very important difference. That's for all the concept is a tool അല്ലെ. Human resource is only a tool, but now human resource concept അല്ലെ, now human resource is an asset അല്ലെ. That's a different. അതായത് ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ആശയത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ടൂൾ എന്ന് പറയുമ്പോൾ സാധാരണ ഇത് ഇത്രേ ചെയ്യുള്ളൂ. ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ കേസ് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേതനം കൈപ്പറ്റാനായിട്ട് അവരെന്ത് ചെയ്യും, എന്തെങ്കിലും സമര കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് പോയിക്കൊണ്ടായിട്ടാണ് അവരുടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അവര് വേഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഏർണിങ്സ് സമ്പാദിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഒരു മീഡിയേറ്റർ ആയിട്ട് പേഴ്സണൽ മാനേജർ അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, യെസ്. നൗ പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് എക്സിറ്റ്. ഓക്കെ, ഇപ്പൊ ആ ഒരു കൺസെപ്റ്റും ഇല്ല, അതിപ്പോ നിലവിൽ ഇല്ല. ഇപ്പൊ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഡിഫറൻസ് എടുത്ത് പറയുന്നത്. ഇപ്പോ ഹ്യൂമൻ റിസോഴ്സിന് ഇത്രയും പ്രാധാന്യം വരാനായിട്ടുള്ള കാരണം ഇപ്പൊ എന്താണ്? യെസ്, ഓക്കെ. ഇപ്പൊ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൂടുതൽ ഡെവലപ്ഡ് അല്ലെ, അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കൂടുതൽ ഏർണിങ്സ് അവിടെ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷൻ കൂടുതൽ നേട്ടം നേടിയെടുക്കാൻ ശ്രമിക്കും. എന്നാൽ എന്താണ് ഈ ഒരു നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ എന്താണ് എംപ്ലോയീസിന് എന്ത് കൊടുക്കാൻ പറ്റും, അതെ അല്ലെ, അതിനെ കുറിച്ചൊക്കെ എപ്പോഴും അനലൈസ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ആയിട്ട് എന്തെങ്കിലും കോംപ്ലിമെന്റ് കൊടുക്കുകയോ സാലറി കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻ കേസ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഓരോ ഹ്യൂമൻ റിസോഴ്സും അതിന്റെ മാക്സിമം റിസൾട്ട് നേടിയെടുക്കാൻ ശ്രമിക്കും അല്ലെ. ആ ഒരു അസംഷനിലേക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ ധാരാളമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റും ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്, നീഡ് ഫോർ കളക്റ്റീവ് ബാർഗൈനിങ് നമ്മൾ പറഞ്ഞു. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് based on a job evaluation, unlike HRM where the base of a pay is performance evaluation. അവരുടെ പ്രകടനത്തിനനുസരിച്ചിട്ടാണ് അവരവരുടെ പേയ്മെന്റ് നേടിയെടുക്കുന്നത് അല്ലെ. നേരത്തെ മനസ്സിലാക്കി അവർക്കൊരു നിശ്ചിത പേയ്മെന്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇൻ കേസ് അഡീഷണൽ എന്തെങ്കിലും അവർ നേടണമെങ്കിൽ സ്ട്രൈക്ക് ഒക്കെ നടത്തിക്കൊണ്ടാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോബ് വിലയിരുത്തൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്കറിയാം അല്ലെ, മാക്സിമം വർക്ക് ചെയ്യുന്നവർക്ക് അഡീഷണൽ പേയ്മെന്റ് ഒക്കെ തീർച്ചയായിട്ടും ആ കോൺട്രാക്ട് ബേസിൽ തന്നെ അവർക്ക് ലഭ്യമായിരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ in personal management, ordinary activities such as employee hiring,
റെമ്യൂണറേറ്റിംഗ്, ട്രെയിനിങ് ആൻഡ് ഹാർമണി. അപ്പൊ പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ നേടിയെടുക്കുക, അല്ലെ, അവിടെ തൊഴിലിനൊക്കെ പോസ്റ്റ് ചെയ്യുക, അതേമാതിരി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ അല്ലെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക. എന്താണ് അവിടെ ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇൻ കേസ് എന്തെങ്കിലും യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചർച്ച ചെയ്തൊക്കെ പരിഹരിച്ച് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് പേഴ്സണൽ മാനേജ്മെന്റിന് ഉണ്ടായത്. എന്തൊക്കെ എന്താണ് കോൺട്രാക്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ ട്രീറ്റിംഗ് എംപ്ലോയീസ് ആസ് വാല്യൂഡ് അസറ്റ്സ് which are to be valued, used and preserved. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്കറിയാം ഒരു വാല്യൂഡ് ആയിട്ടുള്ള അല്ലെ മൂല്യമായിട്ടുള്ള ഒരു അസറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. വാല്യൂഡ് ആയിട്ടുള്ള അസറ്റ് എന്താണെന്നാ പറയുന്നത്? ഈ കാലഘട്ടത്തില് അല്ലെ മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ ട്രീറ്റിംഗ് ഡാഷ് ആസ് എ വാല്യൂഡ് അസറ്റ്. അവിടെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എംപ്ലോയി അല്ലെ, എംപ്ലോയി ഒക്കെ എന്താണ് വാല്യൂഡ് ആയിട്ടുള്ള അസറ്റ് ആണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് ആണ്. അപ്പൊ എന്താണ് വാല്യൂഡ് അസറ്റ് ആണെങ്കിൽ എന്താണ് ആ വാല്യൂവിനെ എങ്ങനെയെങ്കിലും അല്ലെ നല്ല രീതിയിൽ തന്നെ വിച്ച് ആർ ടു ബി വാല്യൂഡ്, യൂസ്ഡ് ആൻഡ് പ്രിസർവ്ഡ്. അത് വാല്യൂഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം അല്ലെ, നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കണം. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം അല്ലെ. നേരത്തെ കൂട്ടി എന്തെങ്കിലും അവർക്ക് അല്ലെ അത് സംരക്ഷിക്കാനായിട്ടും ഇൻ കേസ് അവിടെയുള്ള ആസെറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി അല്ലെ വീണ്ടും വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ ആസൂത്രണം ചെയ്യണം. ഓക്കെ, ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. എന്തെന്ന് പറയുന്നത് on the contrary, human resource management focuses on treating employees as a valued asset which are to be valued, used and preserved. Okay, അതുകൊണ്ട് തന്നെ അവര് നല്ല വാല്യൂഡ് അല്ലെ നല്ല എഫേർട്ട് ഉള്ള നല്ല കഴിവുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവരെ നിലനിർത്താനായിട്ട് കമ്പനി മാനേജ്മെന്റിന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? നല്ലൊരു കഴിവുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു തൊഴിലാളിയാണ് എന്ന് അല്ലെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കമ്പനിയിൽ നിലനിർത്താനായിട്ട് മാനേജ്മെന്റിന് ആഗ്രഹം ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവോ? ഉണ്ടാവുന്ന കുറച്ചു പേര് പറയുന്നുണ്ട്, മെസ്സേജ് ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഉണ്ടാകോ? നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഒരു എംപ്ലോയി ആണ് എങ്കിൽ ആ എംപ്ലോയിനെ ആ കമ്പനിയിൽ നിലനിർത്താനായിട്ട് ആഗ്രഹം ഉണ്ടാവും. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു പ്രത്യേക കാര്യമുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് അത് വാല്യൂഡ് ആണ് എങ്കിൽ എന്താണ് അവരെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കോംപ്ലിമെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ചില നല്ല കഴിവുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോ എന്താണ് വന്നു പോകാനൊക്കെ ആയിട്ടുള്ള കാറ് വരെയൊക്കെ സ്പോൺസർ ചെയ്യും അല്ലെ. ഇൻ കേസ് ചിലർക്കൊക്കെയാണ് അസിസ്റ്റന്റിന്റെ സ്പോൺസർ ചെയ്യും. അങ്ങനെ നല്ല വലിയ കമ്പനികൾ എന്താണ് ആ ഒരു അസറ്റ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ അല്ലെ, അതായത് അത്തരം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അനലൈസേഷൻ ഒക്കെ നടത്തിയാൽ മാത്രമാണ് ഓക്കെ ഈ എംപ്ലോയി വിലപ്പെട്ട ഒരു പേഴ്സൺ ആണെന്ന് മാനേജ്മെന്റിന് ബോധ്യമാവുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിങ് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് വിങ് ആണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ഡിഫറൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. അവിടെ എങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഡിഫറൻസില് ഇത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ചോദിക്കാം അല്ലെ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് ഡാഷ് വേർഷൻ ഓഫ് എ പേഴ്സണൽ മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് എ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ. ഏത് രീതിയിലും ഡിഫറൻസ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഡിസിഷൻ മേക്കിംഗ് പേഴ്സണൽ മാനേജ്മെന്റ് കൺസെപ്റ്റില് ഡിസിഷൻ മേക്കിംഗ് ഇസ് സ്ലോ ഓർ ഹൈ അല്ലെ. അത് അല്ലെങ്കിൽ സ്പീഡിൽ നടത്താൻ പറ്റുന്നതാണോ? നമുക്കറിയാം സ്ലോലി ആണ് നടത്താൻ പറ്റുന്നത്. ഇൻ കേസ് ഏത് ഡിഫറൻസ് ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓൾഡ് കൺസെപ്റ്റില് എന്താണ് അവിടെ അസറ്റിന് എന്താണ് ടൂളിന്റെ അത്രയും കൺസിഡറേഷൻ ഉണ്ടായുള്ളൂ. ഒരു എക്യുപ്മെന്റിന്റെ പവർ അല്ലെ ആ ഒരു വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. അവര് വർക്ക് ചെയ്യുന്നു,
അവർക്കൊരു ഫിക്സഡ് സാലറി അലോട്ട് ചെയ്യുന്നു, ആ സാലറി കൊടുക്കുക അല്ലെ, അത്രയുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് അവർ മാക്സിമം അവരുടെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് സാലറി കിട്ടണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്കിൽ കാര്യങ്ങളൊക്കെ മുന്നിട്ട് വന്നിട്ട് വേണം ആ കോംപ്ലിമെന്റ് ഒക്കെ കിട്ടാനായിട്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എഗ്രിമെന്റിന്റെ ബേസിലാണ് ഓരോ എംപ്ലോയിയും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അസറ്റ് കൺസിഡറേഷൻ തന്നെയാണ്. നിങ്ങൾക്കറിയാം അവർ നല്ല മാക്സിമം യൂട്ടിലൈസേഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ഏണിങ്സും അതിന്റെ ബെറ്റർ ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ എഗ്രിമെന്റ് ബേസിൽ തന്നെ അവർക്ക് എന്താണ് ഏണിങ്സ് പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് അവരെ കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറിച്ച് കൂടുതൽ അവയർനെസ് അല്ലെ, കൂടുതൽ നല്ല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? അത് വെച്ചുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡിഫറൻസിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ബേസ്ഡ് ഓൺ ജോബ് ഇവാലുവേഷൻ ആണെങ്കിൽ എന്താണ് HRM എന്താണ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെ, പ്രകടനമാണ് അവരുടെ പ്രകടനം. നല്ല മാക്സിമം അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെ അവർക്ക് അതിനനുസരിച്ചിട്ട് പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ, ഇവിടെയാണെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്കിന്റെ ബേസിലാണ് എങ്കിൽ അവിടെ അല്ലെ ഡിവൈഡഡ് ഇൻടു ഗ്രൂപ്പ് ഓർ ടീംസ് ഫോർ പെർഫോമിംഗ് എനി ടാസ്ക് അല്ലെ, അവിടെ പ്രകടനം ഓരോ കൂട്ടം വ്യക്തികളെയാണ് ടാസ്കുകൾ ഏൽപ്പിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡിഫറൻസ് എന്താണ് ആ കൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ട ഈ ഭാഗത്തെ പോയിന്റ്സ് ക്ലിയർ അല്ലേ? നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഡിഫറൻസുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി പോകാം. എന്താണ് HR മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടി ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടി എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. As a manager of an important division of an organization, the duties are usually many and also hold a great importance in the company. Following are the duties of a HR manager. Okay. അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നുള്ള പോസ്റ്റിൽ വരികയാണെങ്കിൽ നമുക്കറിയാം അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് കൈകാര്യം ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട റോളാണ് അല്ലെ. ഒരുപാട് ഡ്യൂട്ടീസുകളെല്ലാം ഉത്തരവാദിത്തങ്ങളെല്ലാം അതില് ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. കാരണം എന്താണ് പല കടമകളും അല്ലെ. എന്താണ് ആസ് എ മാനേജർ ഓഫ് ആൻ ഇമ്പോർട്ടന്റ് ഡിവിഷൻ ഓഫ് ഓർഗനൈസേഷൻ ദ ഡ്യൂട്ടീസ് ആർ യൂഷ്വലി അതിൽ ഇത് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പേഴ്സണൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് വർക്ക് ഫോഴ്സ് ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫോഴ്സ് വിത്ത് എന്താണ് യൂസ് ഓഫ് എംപ്ലോയേഴ്സ് എന്റർപ്രൈസ് മാൻ പവർ അല്ലെ. അവിടെ മാൻ പവറിനെ കുറിച്ചിട്ടാണ് കൂടുതൽ അവരുടെ യൂസേജിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. നെക്സ്റ്റ് ആണെങ്കിൽ എന്താണ് അഡ്വാൻസ്ഡ് വേഷൻ ആണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ അഡ്വാൻസ്ഡ് വേഷൻ ആണ്? പേഴ്സണൽ മാനേജ്മെന്റിന്റെ അഡ്വാൻസ്ഡ് വേഷൻ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വർക്കേഴ്സ് ആസ് എ ടൂള് അല്ലെ. ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടൂൾ ആയിട്ടാണ് എങ്കിൽ
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് അസറ്റ് ആയിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. മിക്കപ്പോഴും ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് അസറ്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എംപ്ലോയി എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അതേസമയം അവിടെ അല്ലെ ഓരോ കൺസെപ്റ്റ് അനുസരിച്ചുള്ള പേഴ്സണൽ മാനേജ്മെന്റ് കൺസെപ്റ്റില് ഇറ്റ്സ് എ ടൂൾ. ഓക്കെ, നെക്സ്റ്റ് ആണെങ്കിൽ സ്ലോ. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, അത്ര കാണാറില്ല. ഇത് സ്ലോയിലാണ് വരുന്നത് എങ്കിൽ അത് സ്പീഡിൽ അല്ലെ കമ്പാരിറ്റീവ്ലി ഇത്തിരി ഫാസ്റ്റ് ആണ്. ഞാൻ എന്താണ് പറയുന്നത്, പിന്നെയും എടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് എങ്കിൽ അല്ലെ പെർഫോമൻസ് ഇൻ കേസ് ഇവിടെ എന്താണ് ഓക്കെ ഇവിടെ തീർച്ചയായിട്ടും ഇവാലുവേഷന്റെ ബേസിലാണ് എങ്കിൽ അല്ലെ ദ പേ ഈസ് ബേസ്ഡ് ഓൺ ജോബ് ഇവാലുവേഷൻ ആണ് എങ്കിൽ പേസ് പെർഫോമൻസ് ഇവാലുവേഷനിലാണ് HR മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, അത്രയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. മറ്റേതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. പൊതുവെ ജസ്റ്റ് കാണാറുള്ള ക്വസ്റ്റ്യൻസിൽ പ്രധാനമായിട്ടും അസറ്റ് എന്നുള്ള കൺസിഡറേഷനും എന്താണ് ഇത് പെർഫോമൻസ് ഇവാലുവേഷന്റെ ബേസിലാണ് പേയ്മെന്റ് എങ്കിൽ ജോബ് ഇവാലുവേഷന്റെ ബേസിലാണ് അവിടെ പേയ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടു എന്താണ് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടി അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടിയിലേക്കാണ് പോകുന്നത്. അവിടെ എന്താണ് പ്രധാനമായിട്ടും കമ്പനിയുടെ ഇമ്പോർട്ടന്റ് റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. എന്താ പറയുന്നത്, എന്തൊക്കെ ഡ്യൂട്ടിയാണെന്ന് എടുത്ത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കമ്പയറിംഗ് ആൻഡ് പ്ലാനിങ് ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ എംപ്ലോയി ടാലന്റ് ആൻഡ് സ്കിൽസ്. അതായത് അവിടെ നമുക്കറിയാം ഓരോ എംപ്ലോയിനെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലെ. നല്ല രീതിയിൽ ആ എംപ്ലോയിനെ എത്രത്തോളം ചൂഷണം ചെയ്യാമോ അത്രത്തോളം ചൂഷണം ചെയ്ത് അവരുടെ എഫേർട്ടുകളൊക്കെ നേടിയെടുക്കണം അല്ലെ. ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് പ്രതിഫലം കൊടുത്തുകൊണ്ട് തന്നെയാണോ അവരെ അല്ലെ, അല്ലെങ്കിൽ അവര് സംതൃപ്തമായിട്ട് ആ കമ്പനിയിൽ നിന്നൊക്കെ വിട്ടുപോകും അല്ലെ. സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിരിക്കും ഏതൊരു തൊഴിലാളിയും ഏതൊരു എംപ്ലോയിയും ആഗ്രഹിക്കുന്നത്. അതിനെ കൺസിഡർ ചെയ്തിട്ട് തന്നെയായിരിക്കും അവർക്ക് അതിനനുസരിച്ചുള്ള അവസരങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ മാക്സിമം പ്രധാനമായിട്ടും പറയുന്നത് ബെസ്റ്റ് യൂസ് ഓഫ് ദ എംപ്ലോയി ടാലന്റ് ആൻഡ് സ്കിൽ. അവരെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് അല്ലെ അതെല്ലാം പ്ലാൻ ചെയ്യുക അല്ലെ. ഏതൊക്കെ രീതിയിൽ അവർക്ക് പ്ലാൻ എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ എഫേർട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതൊക്കെ ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദെയർ ടീം. എന്താണ് പറയുന്നത്? അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദെയർ ടീം. അതായത് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം അല്ലെ. ഏതോ ഒരു കാര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോ ഒക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഏറ്റെടുക്കാനൊക്കെ ആയിട്ട് ഒരു ട്രബിൾ ഉണ്ടാവും. ചിലപ്പോൾ ഏതൊരു എംപ്ലോയിക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് അതൊക്കെ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ട് അല്ലെ ഒരു സ്പെഷ്യലിസ്റ്റ് ടീമിനെ അതായത് സ്പെഷ്യലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റോളും ആർക്കുണ്ട്? പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്. അതായത് നല്ലൊരു ബന്ധം അല്ലെ അവിടെ ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും അവിടെയുള്ള തൊഴിലാളികളും തമ്മിലുള്ള നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ടും ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ഗൈഡിങ് ഹെൽപ്പിംഗ് ദർ ടീം ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് എംപ്ലോയി വർക്ക് ഫോഴ്സ്. ഓക്കെ, നമ്മളിപ്പോ എവിടെയെങ്കിലും വേക്കൻസികൾ വരുമ്പോഴല്ലേ ആ ഒരു സ്ഥാപനത്തിന്റെ വേക്കൻസികൾ നോക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു അല്ലെ. നമ്മൾ റിക്രൂട്ട് ചെയ്ത് അവിടെയുള്ള പേഴ്സൺസിനെ കണ്ടെത്തണം. അപ്പൊ ഇത്തരത്തിലുള്ള ഗൈഡ് ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഗൈഡൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ തന്നെയാണ്. മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ്. അതായത് നമുക്കറിയാം എംപ്ലോയിയൊക്കെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ ആവശ്യമാണ് അല്ലെ, എന്തെങ്കിലും ഗുണങ്ങൾ വേണ്ടി. അവർ നല്ല തൃപ്തിയായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല തൃപ്തിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ? ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പാക്കി കൊടുക്കണം അല്ലെ. അങ്ങനെ കൊടുക്കേണ്ടി വരില്ലേ? കൊടുക്കേണ്ടി വരുമോ? ഒരു പുതിയ ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. ഓക്കെ, നിലവിൽ ഒരു പുതിയ മെഷീനൊക്കെ കൊണ്ടത് സ്ഥാപിക്കുകയാണ്.
അന്ന് നിങ്ങൾ ഈ മെഷീൻ വെച്ച് വർക്ക് അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംതൃപ്തമായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുമോ? സാധിക്കുമോ? ഇല്ല അല്ലേ? സാധിക്കില്ല അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഇല്ല അല്ലെ? അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. അത് മാത്രമല്ല, നമ്മളിപ്പോ ഓവർ ഡ്യൂട്ടി ഇരിക്കുകയാണ്, 1 മണിക്കൂർ കൂടിയൊക്കെ ഞാൻ ജോലി ചെയ്തോളാം എന്നുള്ള എഗ്രിമെന്റ് ബേസിലൊക്കെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് അവർക്ക് ആ എഗ്രിമെന്റ് അനുസരിച്ചിട്ട് സാലറി കൊടുത്തില്ല എങ്കിൽ അവരത് സ്വീകരിക്കുമോ? അവർക്ക് എന്തായാലും അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു എഗ്രിമെന്റ് എങ്കിലും അവർക്ക് സാങ്ഷൻ ചെയ്ത് കൊടുക്കണം അല്ലെ? എന്ത് എഗ്രിമെന്റ്? അവർ അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള സാലറി അവർക്ക് അല്ലെ കൂട്ടി കൊടുക്കണം എന്നുള്ള ഒരു എഗ്രിമെന്റ് എങ്കിലും എന്താണ് നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാനേജ്മെന്റിന് ബോധ്യമാക്കി നടപ്പാക്കി കൊടുക്കണം. വേണ്ടി വരില്ലേ? അതല്ലാതെ ഇവർ 1 മണിക്കൂർ അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി ചെയ്യുമോ? ഇല്ല അല്ലെ? ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത് മാനേജ്മെന്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അതേമാതിരി തന്നെ അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സാലറി അധികം കിട്ടും അല്ലെ? ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസം ഉണർത്തി കൊടുക്കുന്ന തരത്തിലുള്ള എഗ്രിമെന്റുകളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? ഈ പേഴ്സണൽ മാനേജ്മെന്റ് തന്നെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ നേരത്തെ പറഞ്ഞ പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയും ഉണ്ട്. അതോടൊപ്പം തന്നെ വർക്കേഴ്സിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണോ ആവശ്യം അല്ലെ, അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്, ആ ട്രെയിനിങ് അവരെ സംതൃപ്തിപ്പെടുത്താൻ എന്താണോ ആവശ്യം അതിനെയൊക്കെ അനലൈസ് ചെയ്തിട്ടും മാനേജ്മെന്റിന് ബോധ്യമാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി ഇൻ കേസ് എന്തെങ്കിലും വേറെ ബെനിഫിറ്റുകളും ഉണ്ട് അല്ലെ? അവര് അത്യാവശ്യം ഡ്യൂട്ടിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പീഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കണം. എന്റെ പേരിലേ അപ്പൊ പറഞ്ഞിരിക്കുന്ന സമയത്തിനേക്കാൾ സ്പീഡിൽ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെന്റ് കൊടുക്കണമെന്ന് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നമ്മൾ ഒരേപോലെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ഞാൻ അധികം സ്പീഡിൽ എന്റെ ഡ്യൂട്ടി ചെയ്ത് തീർത്തു. അപ്പൊ ആ ഡ്യൂട്ടി ചെയ്ത് തീർക്കുന്നവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കില്ലേ? ചിലപ്പോ ഒരു നേതൃത്വ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻ കേസ് ഒരു കയ്യടി അല്ലെ, എല്ലാവരുടെ മുമ്പിൽ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യുന്ന കാര്യമെങ്കിലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇല്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അങ്ങനെ ഏത് തരത്തിലുള്ള ബെനിഫിറ്റ് പാക്കേജും അല്ലെ, ആ ബെനിഫിറ്റ് പാക്കേജുകളെല്ലാം സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അത് ഏത് തന്നെയാണെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കേജുകൾ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കാനായിരിക്കാം അല്ലെ, ഒരു കമ്പനിയിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകും, ട്രിപ്പൊക്കെ പോവില്ലേ? കമ്പനികളിൽ നിന്നൊക്കെ ട്രിപ്പുകളൊക്കെ പോകാറുണ്ട് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഇടപെടലോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ട്രിപ്പുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ഡ്യൂട്ടി മാർക്കുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് ഉണ്ടായിരുന്നത്. ആ വ്യക്തിയെ കുറിച്ചിട്ട് അവിടെയുള്ള ഓരോ എംപ്ലോയീസിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ പഠിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളോ കോംപ്ലിമെന്റുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ, ഇൻ കേസിൽ നമുക്കറിയാം ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ഉണ്ട്, അവരെ തൊഴിൽ സുരക്ഷയ്ക്കായിട്ട് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകൾ അവർക്ക് കൊടുത്തിട്ട് അല്ലെ, അവിടെയുള്ള ഓരോ എംപ്ലോയിക്കും അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവര് തൃപ്തികരമായിട്ട് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അവര് തൃപ്തികരമായിട്ട് വർക്ക് ചെയ്താൽ എന്താ പ്രത്യേകത? അവര് മാക്സിമം റിസൾട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് അതിന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി വ്യത്യസ്തമായ ഡ്യൂട്ടികളില്ലേ അദ്ദേഹത്തിന്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം, സോൾവിങ് ആൻഡ് അവോയ്ഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് അറൈസിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം ആവുമ്പോൾ, ഒരു കമ്പനി ആവുമ്പോൾ അതിനുള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ അല്ലെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവോ? ഒരു കമ്പനിയിലെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ടോ? സാലറി മതിയായ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ തർക്കം ഉണ്ടാവും. സമയത്തിന് ഡ്യൂട്ടിക്ക് വന്നവരെ പരിഗണിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും അല്ലെ? അവർക്ക് മതിയായ ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവും അല്ലെ? ഇൻ കേസ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ സൗകര്യങ്ങൾ അലോട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ? വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? ഓക്കെ അല്ലേ? പ്രോബ്ലംസുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ പ്രോബ്ലംസുകൾ എല്ലാം സോൾവ് ചെയ്യാനായിട്ടും ആരാണ്? നമുക്കറിയാം
അവരുടെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. ഓക്കെ, അവിടെ മാനേജ്മെന്റിനെ ബോധ്യമാക്കണം. ഇന്ന പ്രോബ്ലംസ് അവർ പറയുന്നുണ്ട്. കാരണം അവർ മതിയായ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ മതിയായ സൗകര്യങ്ങളില്ല, മതിയായ വേജസ് കിട്ടുന്നില്ല, ഇൻ കേസ് അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി ചെയ്തിട്ട് അവരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി തന്നെയാണ്. അങ്ങനെ പല പല പ്രോബ്ലംസുകൾ ഉണ്ടാവും. ആ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പൊ സോൾവിങ് ആൻഡ് അവോയ്ഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സ് റൈസിംഗ് ഇൻ ആൻ ഓർഗനൈസേഷനിൽ വരുന്ന രൂപം കൊള്ളുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസുകളൊക്കെ പരിഹരിക്കാനും അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ടും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോളും ആർക്കുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുണ്ട്. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. എന്താണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്? പ്രധാനപ്പെട്ട സംഘടനാ വിഷയങ്ങൾ പ്രധാനമായിട്ട് നമുക്കറിയാം. ഒരു വലിയ സ്ഥാപനമൊക്കെ ആകുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടാവും ആ ഓർഗനൈസേഷന്റെ ഇടയിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. അത് വകുപ്പുകൾ തമ്മിൽ വ്യത്യസ്ത ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വകുപ്പുകൾ തന്നെയൊക്കെ പരസ്പരം ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും പ്രധാനപ്പെട്ട റോൾ ആർക്കുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുണ്ട്. കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ഇഷ്യൂസ്. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള മാനേജേഴ്സ് ഒക്കെ ആയിട്ട് കൺസൾട്ടേഷൻ ഒക്കെ നടത്തിയിട്ട് ഈ ഒരു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്രാഞ്ച് ഉണ്ടാവും, ടെക്നിക്കലി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവാം, അതേമാതിരി തന്നെ ആക്ടിവിറ്റി കൃത്യമായിട്ട് ഡ്യൂട്ടിയൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഉണ്ടാവും. അപ്പൊ ഏത് തരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം അവർക്ക് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ട് അവർക്ക് ഫണ്ട് ലഭിക്കാത്തതായിരിക്കും അപ്പൊ ഡ്യൂട്ടി ചെയ്യുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ പ്രോബ്ലംസ് കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. ഉണ്ടാവില്ലേ? അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള മാനേജേഴ്സ് ആയിട്ട് അവരുടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഇവര് ഡ്യൂട്ടി ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവർക്ക് കൂലി കിട്ടുന്നില്ല എങ്കിൽ അത് ചിലപ്പോൾ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കൃത്യനേരത്തിന് ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റായിട്ടൊക്കെ ഇടനിലക്കാരനൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് അവരുടെ ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്ത് പരസ്പരം സോൾവ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒരു പ്രധാനപ്പെട്ട റോൾ ആർക്കുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് ഉണ്ട് എന്നുള്ളത്. ക്ലിയർ ആയോ? വ്യത്യസ്ത തരത്തിലുള്ള റോളുകള് അദ്ദേഹത്തിന്റെ ചുമതലകള് ക്ലിയർ ആണ്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇത് തന്നെയാണ്. ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടി ഇവിടെ നമ്മൾ കണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടി. എന്താണ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? നമ്മളിപ്പോ ജസ്റ്റ് കണ്ടു എന്താണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട്. ഇപ്പൊ ഇൻ കേസ് ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം അവിടെ കാര്യങ്ങളൊക്കെ സംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന ഒരു വിങ് ഉണ്ടാവും. ദെൻ അതിനുശേഷം അത് ഒരു വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് എത്തുന്ന ഒരു വിഭാഗം ഉണ്ടാവും. ദെൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ എന്താണ് നമുക്കറിയാം അതിന്റെ ഒരു ഫിനിഷിംഗ് ലെവലിലേക്ക് പാക്കേജിങ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത ഓരോ ബ്രാഞ്ചുകളൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ എന്താണ് സ്റ്റോറേജ് ചെയ്യുന്ന ഇതിനാവശ്യമായിട്ടുള്ള വസ്തുക്കളെ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഇൻചാർജർ ഒക്കെ ഉണ്ടാവും ആ ഡിപ്പാർട്ട്മെന്റിന് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇൻചാർജർ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉത്പാദന കേന്ദ്രമാണെങ്കിൽ ഉത്പാദന കേന്ദ്രത്തിന് ഒരു ഇൻചാർജ് ഉണ്ടാവും. സ്റ്റോറിംഗ് ആണെങ്കിൽ സ്റ്റോറിംഗ് കേന്ദ്രത്തിന് ഒരു ഇൻചാർജ് ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റിംഗ് കേന്ദ്രം ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റിംഗ് കേന്ദ്രത്തിന് ഒരു ഇൻചാർജ് ഉണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും ഓരോ ഇൻചാർജുകളുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് അവരുടെ ഡ്യൂട്ടികളെല്ലാം ഓവറോൾ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഓരോ ഇൻചാർജുകളുണ്ട്. അപ്പൊ ആ ഇൻചാർജറിന് തീർച്ചയായിട്ടും
അവരുടെ ഏൽപ്പിക്കുന്ന അല്ലെ അവരുടെ ആ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതിനെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും അവർക്ക് ഉണ്ടാവും. ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് പോവാം. The line manager is a person or employee of an organization who directly directs the other employees and in charge of all the individuals working in a department. In a department അല്ലെ അതാണ് പ്രധാനപ്പെട്ടത്. ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഒരു വലിയൊരു ഓർഗനൈസേഷൻ ഒരു വലിയൊരു കമ്പനി ആയിട്ട് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഇൻചാർജർ ഉണ്ട്. അപ്പൊ ആ ഇൻചാർജർ എന്താ ചെയ്യുന്നത്? അദ്ദേഹമായിരിക്കും അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ എംപ്ലോയീസിനെയും ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെ. അവരുടെ മേൽനോട്ടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ അല്ലെ, ഒരു നിശ്ചിതമായിട്ടുള്ള ദിശയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത് ആരോ ഇൻചാർജർ ആയിരിക്കും. ഓക്കെ, ലൈൻ മാനേജർ ഇസ് എ പേഴ്സൺ or employee of an organization who directly directs the other employees അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റു എംപ്ലോയീസ് അല്ലെ, and is in charge of all the individuals working in a department. ആ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഡയറക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ലൈൻ മാനേജറിനും ഉള്ളത്. The line manager reports to someone in a higher position. ഓക്കെ, ഓരോ ലൈൻ മാനേജറിനും അവരുടെ മേലുദ്യോഗസ്ഥരെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് താഴെ പറയുന്നത്. നോക്കാം. റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ബ്രാഞ്ച് ആണെങ്കിൽ ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വേക്കൻസികളൊക്കെ റിക്രൂട്ട് ചെയ്യാനും അല്ലെ അവിടെയുള്ള തൊഴിലാളികളെ കണ്ടെത്തുക അല്ലെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആർക്കാണുള്ളത്? ലൈൻ മാനേജറിനാണുള്ളത്. ഓക്കെ, കഴിവുള്ളവരെ നിയമിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആർക്കാണുള്ളത്? ആർക്കാണുള്ളത്? അതിന്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻസ് അല്ലെ. അവിടെ നമുക്കറിയാം ഒരു ലൈൻ മാനേജറിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയർസ്. പുതിയ വ്യക്തികളൊക്കെയാണ് നിയമനത്തിന് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ജോബ് റൊട്ടേഷൻ എൻഷുർ ജോബ് റൊട്ടേഷൻ ആൻഡ് മിനിമൈസ് അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ്. ഓക്കെ, നമുക്കറിയാം ജോലികളൊക്കെ ആയിട്ട് അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഡ്യൂട്ടികളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തണം. കാരണം അവിടെയുള്ള തൊഴിലാളികളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരുടെ ഒരു അണ്ടറിലായിരിക്കും? ആരുടെ അണ്ടറിലായിരിക്കും? ഒരു ബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മേലധികാരി എന്ന നിലയ്ക്ക് അവിടെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള തൊഴിലാളികളൊക്കെ തൃപ്തികരമായിട്ട് മുന്നോട്ട് നയിക്കേണ്ടത് ആരാണ്? ആരായിരിക്കും? ആ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജോബ് റൊട്ടേഷൻ എൻഷുർ ഉറപ്പാക്കണം. ജോബ് റൊട്ടേഷൻ ആൻഡ് മിനിമൈസ് അസൈൻമെന്റ് ദെൻ കവറേജ് ഗ്യാപ്സ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തൃപ്തികരമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. പ്രൊവൈഡ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ടീം മെമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അവിടെയുള്ള മെമ്പേഴ്സിന്റെ ഒക്കെ ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കണം അല്ലെ. അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ പറയാനുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോണെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കാം. എനിവേ എന്താണെങ്കിലും ഫീഡ്ബാക്കുകളൊക്കെ പെർഫോമൻസ് പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ കേട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? ലൈൻ മാനേജർ. നമുക്കറിയാം ഒരു ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടി ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. നമുക്കൊരു ഓർഗനൈസേഷന്റെ വ്യത്യസ്തമായിട്ടുള്ള വലിപ്പം അനുസരിച്ച് സൈസായിട്ടായിരിക്കും, സൈസിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഈ പോസ്റ്റുകളൊക്കെ. ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം എന്താണ് അവർക്ക് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടി അങ്ങനെ ബ്രാഞ്ച് മാനേജറിന്റെ ഡ്യൂട്ടി ഒന്നും അങ്ങനെയൊന്നും ഇല്ല അല്ലെ. അതൊരു ചെറിയ സ്ഥാപനമാണെങ്കിൽ അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം വലിയ വലിയ കമ്പനിയൊക്കെ ആകുമ്പോഴാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ലൈൻ മാനേജർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതായത് ആ ഒരു
ഓർഗനൈസേഷന്റെ ഒരു സൈസ് അല്ലെ, ഒരു ഭയങ്കര ഫെസിലിറ്റി, ഒരുപാട് വലിയ ഓർഗനൈസേഷൻ, ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിലാണ് നമുക്കറിയാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ലൈൻ മാനേജേഴ്സ് ഉണ്ടാവും, അവരെയൊക്കെ ഒന്നിച്ച് കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകേണ്ട ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ലൈൻ മാനേജറിന്റെ കുറച്ച് ഡ്യൂട്ടി ഞാൻ എടുക്കുന്നുള്ളൂ, എല്ലാം കൂടി എടുത്ത് നിങ്ങളാകെ കൺഫ്യൂഷൻ ആകണ്ട. അപ്പൊ എന്താ പറഞ്ഞ, നമ്മളൊരു 3-4 ഡ്യൂട്ടി പറഞ്ഞു അല്ലേ, കോച്ചിങ് വരെ പറഞ്ഞു. ഓക്കെ, 4 ഡ്യൂട്ടി വരെയാണ് പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് വായിച്ചു നോക്കാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കഴിഞ്ഞ ക്ലാസ് കയറാത്തവരെ റെക്കോർഡ് ക്ലാസ് ഒക്കെ കേൾക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു.